ഈ ഹസ്തരേഖാശാസ്ത്രം, അതായത് കൈനോട്ടം, വെറും തട്ടിപ്പ് വിദ്യയാണെന്നും കൈരേഖകൾ ഉണ്ടാവുന്നത് കൈ നിവരുകയും മടങ്ങുകയും ചെയ്യുക കൊണ്ടാണെന്നും വാദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇവരുടെ ഇത്തരം വാദഗതിയും പ്രചരണവും ഈ ശാസ്ത്രത്തെ പറ്റിയുള്ള നഗ്നമായ അജ്ഞത നിമിത്തമാണെന്ന് കവിഞ്ഞ് എനിക്കൊന്നും പറയാനില്ല. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തേ. പങ്ക്ച്വാലിറ്റി, സിൻസിയാരിറ്റി, മൊറാലിറ്റി എന്ന എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ് മേനോൻ സാർ. രസികൻ, ദയാശീലൻ, സഹൃദയൻ. സർവോപരി അമ്മച്ചിയുടെയും സാറിന്റെയും നക്ഷത്രം ഒന്നായതുകൊണ്ടാണ് നിങ്ങളുടെ ദാമ്പത്യം ഇത്ര സുഖകരമായി മുന്നോട്ട് പോകുന്നത്. ലോല ഹൃദയമാണ് അമ്മച്ചിയുടേത്. എല്ലാവർക്കും സ്നേഹം വാരിക്കോരി കൊടുക്കുന്ന കൂട്ടത്തിലാണ്. അമ്മച്ചിയുടെ ഹൃദയത്തിന്റെ നന്മയാണ് സാറിന്റെ വിജയം. ആ കൈ നീട്ടിക്കേ, നീട്ടിക്കേ. ചൊവ്വാമണ്ഡലങ്ങളുടെ നിൽപ്പ് ജാതകത്തിൽ ചൊവ്വയുടെ ഗുണകരമായ നിലനിൽപ്പിനെ കാണിക്കുന്നു. ഇതിന്മേലുള്ള ദുഷ്ടചിഹ്നങ്ങൾ അതിന്റെ വിപരീതാവസ്ഥയും വെളിപ്പെടുത്തുന്നു. ഞാനൊരു കാര്യം തുറന്നു പറയുന്നതുകൊണ്ട് അമ്മച്ചിക്ക് വിഷമമൊന്നും തോന്നില്ലല്ലോ? ഇല്ല. അമ്മച്ചിയുടെ ഹൃദയത്തിനുള്ളിൽ ഒരു മുറിവുണ്ട്. അതായത് അമ്മച്ചി ഒരു ഹൃദ്രോഗിയാണ്. അമ്മച്ചിയുടെ മനസന്തോഷത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ മേനോ സാറിന് ചെറിയൊരു ബിസിനസ് പർപ്പസ് കൂടി ഉണ്ട്. ശരിയാണോ? കറക്റ്റ്, യു ആർ എക്സലന്റ്. ഞാൻ പല അസ്ട്രോളജിസ്റ്റിനെയും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും കൃത്യമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നതായിട്ട് പേടിക്കണ്ട. 100 ആയുസ് അമ്മച്ചിക്ക്. ആ കഴിഞ്ഞിരിക്കെ. പിന്നെ സന്താന ഭാഗ്യം. ഈ രേഖ സന്താനങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ്. ഒരേ ഒരു മകൾ മാത്രമേ ഉള്ളൂ. എന്താ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? ഇവിടെ തന്റെ ശാസ്ത്രം പൊളിഞ്ഞു പോയി അല്ലേ പത്മം? നിമ്മിയെ കണ്ടിട്ടാവും താൻ ഒരു മകളെ ഉള്ളൂ എന്ന് പറഞ്ഞത്. നിമ്മി പത്മാവതിയുടെ മരിച്ചുപോയ സഹോദരന്റെ മകളാ. ഈ സന്താന ഭാഗ്യത്തെ കുറിച്ച് ഭാഗികമായി മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നാണ് ശാസ്ത്രം. എടോ, എനിക്കൊരു മകനേ ഉള്ളൂ, വിനോദ്.